ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 40ാമത്തെ ശ്ലോകം നോക്കാം. ഇദം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ഉത്തമശ്ലോകചരിതം ചകാര ഭഗവാൻ ഋഷി. ഇദം ഭാഗവതം നാമ, നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ശൗനകാദി മഹർഷിമാരോട് സൂതൻ അവരെ നമിച്ചതിന് ശേഷം അവരെ വളരെയേറെ ഭക്തിമാർഗത്തിലൂടെ ഇത്രയേറെ പ്രയാണം നടത്തുന്ന, ആത്മസമർപ്പണത്തോടുകൂടി പ്രയാണം നടത്തുന്ന ശൗനകാദി മഹർഷിമാരെ അഭിനന്ദിച്ചതിന് ശേഷം, കാരണം എന്തേ, അവർക്ക് ഈ ഭഗവത് ശ്രവണത്തിൽ ഇത്രയേറെ ഒരു ഇച്ഛയുണ്ടായി, ആഗ്രഹമുണ്ടായി എന്ന് പറയുന്നത് തന്നെ അവരുടെ ഉള്ളിലെ ആ ദൃഢമായ ഭഗവത് ഭക്തിയെ കാണിക്കുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഭഗവാനോടുള്ള ആ ഭക്തി അങ്ങനെ നിറഞ്ഞു തുളുമ്പുന്ന അവരെ നമിച്ചതിന് ശേഷം സൂതൻ വീണ്ടും പറയുകയാണ്, ഇദം ഭാഗവതം നാമ പുരാണം. ഇദം, ഈ ഭാഗവതം നാമ, ഭാഗവതം എന്ന് പേരുള്ളതായിട്ടുള്ള പുരാണം ബ്രഹ്മസംഹിതം, ഭാഗവതം എന്ന പേരോട് കൂടിയിട്ടുള്ള ഈ പുരാണം എന്ന് പറഞ്ഞാൽ പുരാ ഏവം നവം ഇത് പുരാണം എന്നാണ്. പണ്ട് പറയപ്പെട്ടത് ഏതോ നമ്മൾ പറയില്ലേ, പുരാണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതായത് പഴയ കാലത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ പഴയ കാലത്തെ കാര്യങ്ങൾക്ക് ഇന്നും പ്രസക്തി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്നത് പറയുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ പഴയ കാലത്തെ രചിക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള, പറയപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള, അതേസമയം ഇന്നും എന്നും പ്രസക്തി ഉള്ളതായിട്ടുള്ള, അതിൻ്റെ മൂല്യമൊട്ടും ചോർന്നു പോകാത്തതായിട്ടുള്ള ഭാഗവതം എന്ന പേരോടുകൂടിയ ബ്രഹ്മസംഹിതം, വേദതുല്യമായിട്ടുള്ള. അപ്പോൾ പുരാണം എന്നത് ഒരു മൂല്യം കുറഞ്ഞ രീതിയിലല്ല പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ മൂല്യത്തെ ഒന്നുകൂടി വർദ്ധിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ശരിയായ മൂല്യത്തെ ഒന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതിനായിട്ട് ഒരു വാക്കുകൂടി അവിടെ ചേർത്തു വ്യാസഭഗവാൻ. ബ്രഹ്മസംഹിതം, വേദതുല്യമായിട്ടുള്ളതാണിത്. ഉത്തമശ്ലോകചരിതം, ഉത്തമശ്ലോകൻ്റെ ചരിത്രത്തെ വർണ്ണിക്കുന്നതായിട്ടുള്ള. ഉത്തമശ്ലോകൻ എന്ന് പറഞ്ഞാൽ ശ്ലോകങ്ങളാൽ വാഴ്ത്തുവാൻ, വർണ്ണിക്കുവാൻ ഏറ്റവും ഉത്തമനായിട്ടുള്ള ആ ഭഗവാന്റെ ചരിതങ്ങളെ വർണ്ണിക്കുന്നതായിട്ടുള്ള, വേദങ്ങൾക്ക് തുല്യമായിട്ടുള്ള അഥവാ വേദസാരമായിട്ടുള്ള ഭാഗവതം എന്ന് പറയുന്ന ഈ പുരാണത്തെ ചകാര ഭഗവാൻ ഋഷി. ചകാര എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി. ആര്? ഭഗവാൻ ഋഷി. ഭഗവാൻ ഋഷി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഭഗവാൻ ഋഷി. ഭഗവാൻ എന്ന് പറഞ്ഞാൽ സർവജ്ഞനായിട്ടുള്ള, അതായത് വെറുതെ എഴുതിയതല്ല, എല്ലാം അറിയുന്നവനാണ് വ്യാസഭഗവാൻ. ഭഗവാന്റെ തന്നെ ഒരു അവതാരമായിട്ടാണ് വ്യാസഭഗവാനെ പറയുന്നത്. അങ്ങനെയുള്ള ആ വ്യാസഭഗവാൻ ഋഷി നിസ്സാരക്കാരനല്ല. ഈ തത്വങ്ങളെയൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ഋഷിയായിട്ടുള്ള വ്യാസഭഗവാൻ ഇങ്ങനെയൊരു ഗ്രന്ഥത്തെ, പുരാണത്തെ രചിച്ചു, ഉണ്ടാക്കി. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഇദം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ഉത്തമശ്ലോകചരിതം ചകാര ഭഗവാൻ ഋഷി. ശ്ലോകം വളരെ എളുപ്പമുള്ള ഒരു ശ്ലോകമാണ്. അവിടെ ആ ഭഗവാൻ ഋഷി എന്ന് പറയുന്നിടത്ത് പദം പിരിക്കാതെ വായിക്കുക. അതുപോലെ അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണിതിലേത്. ഇനി അടുത്തത് 41ാമത്തെ ശ്ലോകമാണ്. നിശ്രേയസായ ലോകസ്യ
ധന്യം സ്വസ്ത്യയനം മഹത് തദിദം ഗ്രാഹയാമാസ സുതമാത്മവതാം വരം നിശ്രേയസായ ലോകസ്യ. ഇവിടെ ഈ ശ്ലോകത്തിൽ, തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ വ്യാസമഹർഷി രചിച്ചു. മഹാഋഷിയായിട്ടുള്ള വ്യാസമഹർഷി, ഭഗവാന്റെ തന്നെ അവതാരമായിട്ടുള്ള വ്യാസമഹർഷി, വേദതുല്യമായിട്ടുള്ള ഇങ്ങനെയൊരു പുരാണത്തെ രചിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് എന്തിനായി രചിച്ചു എന്നുകൂടി പറയണമല്ലോ. അതുകൊണ്ട് അപ്പോൾ ശൗനകാദി മഹർഷിമാർക്ക് സൂതൻ ഭാഗവതം എന്ന ഗ്രന്ഥത്തിൻ്റെ ഉൽപ്പത്തി ഇതാരാണ് രചിച്ചത് എന്ന് പറഞ്ഞു. ഇനി അതെന്തിനായിട്ടാണ് രചിച്ചത് എന്നാണ് പറയുന്നത്. നിശ്രേയസായ ലോകസ്യ. നിശ്രേയസായ, നിശ്രേയസ്സിനായിക്കൊണ്ട്, മോക്ഷത്തിനായിക്കൊണ്ട്. ആരുടെ? ലോകസ്യ, ലോകത്തിൻ്റെ നിശ്രേയസ്സിനായിക്കൊണ്ട്, ലോകത്തിൻ്റെ മോക്ഷത്തിനായിക്കൊണ്ട്, സർവപ്രാണികളുടെയും മോക്ഷത്തിനായിക്കൊണ്ട്. ധന്യം സ്വസ്ത്യയനം മഹത്. ധന്യം ശ്രേഷ്ഠമായിട്ടുള്ളതും ധന്യമായിട്ടുള്ളതും. സ്വസ്ത്യയനം മഹത്ത്. മഹത്ത് എന്ന് പറഞ്ഞാൽ മഹാത്മ്യമേറിയതും. സ്വസ്ത്യയനം, സ്വസ്തി എന്ന് പറഞ്ഞാൽ മംഗളം. സ്വസ്ത്യയനം മംഗളസ്ഥാനവുമായിട്ടുള്ള. തദിദം, തത് ഇദം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് തദിദം. തദിദം എന്ന് പറഞ്ഞാൽ ആ ഇതിനെ, അതായത് ഈ രചിക്കപ്പെട്ട ഭാഗവത ഗ്രന്ഥത്തിൻ്റെ, ഭാഗവതം എന്ന പുരാണത്തിൻ്റെ മഹത്വമാണ് ഈ മൂന്ന് വാക്കുകളിലായിട്ട് പറഞ്ഞത്. ശ്രേഷ്ഠമായിട്ടുള്ളതാണ്, മാഹാത്മ്യമേറിയതാണ്, മംഗളസ്ഥാനവുമാണ്. അങ്ങനെയുള്ള ഇതിനെ ലോകത്തിൻ്റെ മോക്ഷത്തിനായിക്കൊണ്ട് ഗ്രാഹയാമാസ സുതമാത്മവതാം വരം. ഗ്രാഹയാമാസ, ഗ്രഹിപ്പിച്ചു, അതായത് പറഞ്ഞു കൊടുത്തു. സുതമാത്മവതാം വരം. സുതം ആത്മവതാം വരം, ഇങ്ങനെയാണ് ആ വാക്കുകൾ വരുന്നത്. സുതം എന്ന് പറഞ്ഞാൽ തൻ്റെ സുതനെ, പുത്രനെ, മകനെ, അതായത് മകനായിട്ടുള്ള ശ്രീശുക മഹർഷിയെ ഇത് ധരിപ്പിച്ചു, ഗ്രഹിപ്പിച്ചു. ആത്മവതാം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അറിഞ്ഞവരിൽ വച്ച് വരം, ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള തൻ്റെ പുത്രനെ. നിസ്സാരക്കാരനായിരുന്നില്ല ശ്രീശുക മഹർഷി. തൻ്റെ പുത്രൻ എന്ന ഒരു കേമത്തം മാത്രമല്ല ശ്രീശുക മഹർഷിക്ക് ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ വ്യാസമഹർഷിയേക്കാൾ, അവിടെ നോക്കൂ, ഇവിടെ വ്യാസഭഗവാൻ തന്നെയാണ് പറയുന്നത് ആത്മവതാം വരാം, ആത്മാവിനെ അറിഞ്ഞവരിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള തൻ്റെ പുത്രനെ എന്ന് പറയണമെങ്കിൽ ആ പുത്രൻ്റെ മഹത്വത്തെ ലോകമറിയുന്നതിനു മുൻപ് തന്നെ പിതാവായ വ്യാസമഹർഷി മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങനെയുള്ള ആ പുത്രനോട് ഇത് ഈ താൻ രചിച്ച ഭാഗവത ഗ്രന്ഥത്തെ, ആ ഭാഗവത ഗ്രന്ഥം എന്ന് പറയുന്നത് സർവവേദങ്ങളുടെയും സാരമാണ്, മോക്ഷമാർഗത്തിലേക്കുള്ള പുണ്യമാണ്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ്, മംഗളകാരിയായിട്ടുള്ളതാണ്, ഏറ്റവും മഹാത്മ്യമേറിയതായിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഈ ഭാഗവത പുരാണത്തെ തൻ്റെ മകൻ ഇത് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ഈ വേദസാരം മുഴുവൻ ഹൃദിസ്ഥമായത്, അതിലേറെ അത് തന്നെ രൂപം പൂണ്ടതായിട്ടുള്ള, താനും വേദസാര തത്വമായിട്ടുള്ള ആ ബ്രഹ്മാവും രണ്ടല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുന്ന തൻ്റെ പുത്രനായിട്ടുള്ള, ആത്മജ്ഞാനികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ശ്രീശുക മഹർഷിക്ക് ഇത് വ്യാസഭഗവാൻ പറഞ്ഞു കൊടുത്തത് തങ്ങളുടെയൊക്കെ പിന്നാലെ ഈ ലോകത്തിലേക്ക് വരാവുന്ന ഓരോ പ്രാണിക്കും എല്ലാ കാലത്തിലും
മോക്ഷത്തിനായിക്കൊണ്ട് ആശ്രയിക്കാവുന്ന ഒന്നാണ് ഈ ഭാഗവതം എന്ന ഈ പുരാണം എന്നുള്ളത് കൊണ്ടാണത് തൻ്റെ പുത്രനെ നോക്കൂ അതിനും നിയോഗിച്ചത് ആത്മജ്ഞാനികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ശ്രീശുക മഹർഷിയാണ്. ആ ശ്രീശുക മഹർഷിയിലേക്ക് വ്യാസഭഗവാൻ ഇത് പറഞ്ഞു കൊടുത്തു. നമ്മൾ പറയാറുണ്ട് പാത്രമറിഞ്ഞ് ദാനം ചെയ്യണം. ഇവിടെ ശ്രീ വ്യാസഭഗവാൻ ചെയ്തതും അത് തന്നെയാണ്. തൻ്റെ പുത്രൻ്റെ കേമത്വം തന്നേക്കാൾ എത്രയോ മുകളിലാണ് തൻ്റെ പുത്രൻ. ആ ആത്മഭാവത്തോട് ചേർന്ന് കഴിഞ്ഞിരിക്കുന്ന പുത്രന് ശരീരബോധം തീരെ ഇല്ലാതെയായിരിക്കുന്നു, അഭിമാനമില്ലാതെയായിരിക്കുന്നു, രാഗദ്വേഷാദികൾക്ക് അടുക്കുവാൻ തന്നെ ഭയം. അങ്ങനെയുള്ള ശ്രീശുക മഹർഷിയിലേക്ക് ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ ഇനിയും വരുന്ന ഒരു ലോകത്തെ തൻ്റെ ഈ ഭാഗവത പുരാണ കഥകളിലൂടെ ഉദ്ധരിക്കുവാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആളിലേക്ക് തന്നെയാണ് വ്യാസഭഗവാൻ ഇത് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ തൻ്റെ പുത്രനെ ഇത് പറഞ്ഞ് ഗ്രഹിപ്പിച്ചു എന്ന് സൂതൻ ശൗനകാദി മഹർഷികളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഒരു ശ്ലോകത്തിൽ ഭാഗവതം എന്ന ഗ്രന്ഥത്തിൻ്റെ മഹത്വം ഇത് ആരിലൂടെ ലോകത്തിൽ എത്തിയോ, വ്യാസഭഗവാനിൽ നിന്നും എങ്ങനെ ഇത് ഈ ഭൗതിക പ്രപഞ്ചത്തിലേക്ക് വാക്കുകളിലൂടെ എത്തിയോ, ഇത് ആരിലേക്കാണ് വ്യാസഭഗവാൻ പറഞ്ഞു കൊടുത്തത്, ഇതെല്ലാം ഒരൊറ്റ ശ്ലോകത്തിലൂടെ ശൗനകാദി മഹർഷിമാർക്ക് സൂതൻ പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. നിശ്രേയസായ ലോകസ്യ ധന്യം സ്വസ്ത്യയനം മഹത് തദിദം ഗ്രാഹയാമാസ സുതമാത്മവതാംബരം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സ്വസ്ത്യയനം, അവിടെ സ്വസ്തി അയനമാണ്. അയനം എന്നാൽ മാർഗം. സ്വസ്തി മംഗളം, മംഗളത്തിലേക്കുള്ള മാർഗം എന്ന് പറഞ്ഞാൽ മംഗളകാരിയായിട്ടുള്ളത്. അപ്പോൾ അവിടെ വായിക്കുമ്പോൾ സ്വസ്ത്യയനം, ത്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക. അതുപോലെ തദിദം, തത് ഇതമാണ് പദം പിരിക്കേണ്ട. തദിദം, ദ എന്ന അക്ഷരം വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ സുതമാത്മവതാം, സുതം ആത്മവതാമാണ് പദം പിരിക്കേണ്ട. സുതമാത്മവതാം, മായുടെ അകാരം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 42ാമത്തെ ശ്ലോകമാണ്. സർവവേദേതിഹാസാനാം സാരം സാരം സമുദ്ധൃതം സതു സംശ്രാവയാമാസ മഹാരാജം പരീക്ഷിതം. ഇനിയും ഈ ഒരു പുരാണത്തെ ലഭിച്ച ശ്രീശുക മഹർഷി എന്താണ് ചെയ്തത്, ശ്രീശുക മഹർഷിയിൽ നിന്നും ഇത് ഭൗതിക ലോകത്തിലേക്ക് എങ്ങനെയാണ് ഇത് ഇറങ്ങി വന്നത് എന്നാണ് പറയുന്നത്. സർവവേദേതിഹാസാനാം സാരം, സർവവേദേതിഹാസാനാം, സർവവേദ ഇതിഹാസാനാം അങ്ങനെയാണ് വരുന്നത്. അതായത് എല്ലാ വേദങ്ങളും ഇതിഹാസങ്ങൾ ഇവയുടെ സാരം, ഏറ്റവും കാച്ചിക്കുറുക്കിയെടുത്ത ആ സാരത്തെ, അതായത് സർവവേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും സാരസംഗ്രഹമായിട്ടാണ് ഭാഗവത പുരാണത്തെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനെ സാരം സമുദ്ധൃതം, സാരം സാരം എന്ന് 2 പ്രാവശ്യം അവിടെ കൊടുത്തിരിക്കുന്നത് ഏറ്റവും രുചികരമായിട്ടുള്ള അതിൻ്റെ ആ ഒരു സാരതത്വത്തെ, അഥവാ നമ്മളൊരു പഴം എടുത്താൽ, ഒരു മാമ്പഴം തന്നെ എടുത്താൽ, അത് നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ ആ മാമ്പഴത്തിൻ്റെ സത്ത് പൂർണ്ണമായിട്ടും ആ ജ്യൂസിൻ്റെ രൂപത്തിലേക്ക് മാറുന്നുണ്ട്. എന്നാൽ ഒരു മാമ്പഴം മാത്രം എടുക്കുമ്പോൾ അതിൻ്റെ തൊലി ചെത്തിക്കളയണം, അതിൻ്റെ ഉള്ളിലെ ആ ഒരു മാങ്ങാണ്ടി അത് കളയേണ്ടതുണ്ട്. അപ്പോൾ ഒരു മാമ്പഴം മുഴുവൻ എടുക്കുമ്പോൾ അതിൽ നിന്നും പല ഭാഗങ്ങളും കളയാനുണ്ടാവും. അതെല്ലാം മാറ്റിയിട്ട് അത് പൂർണ്ണമായും അങ്ങനെ കാച്ചി കുറുക്കിയെടുത്ത് വരുന്ന ആ ജ്യൂസിന് ആ ഒരു സാരത്തിന് എത്രമാത്രം മാധുര്യമേറുമോ
അതേപോലെ സർവവേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും ഏറ്റവും അമൂല്യമായിട്ടുള്ള, നിർമ്മലമായിട്ടുള്ള, ഇനി അതിൽ കളയേണ്ടതായിട്ടൊന്നുമില്ലാത്ത വിധത്തിൽ അത്രയും പരിശുദ്ധമാക്കി കുറുക്കിയെടുത്തിരിക്കുന്ന ഈ സാരത്തെ സമുദ്ധരിച്ചതായ ഈ ഒരു ഗ്രന്ഥത്തെ എന്ന് പറഞ്ഞാൽ സർവവേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ മഹത്തത്വങ്ങളാണോ പറഞ്ഞിരിക്കുന്നത് അത് മുഴുവൻ എടുത്ത് അതിൽ നിന്നും ഇനി ഒരക്ഷരം പോലും കളയാനില്ലാത്ത വിധത്തിൽ കാച്ചിക്കുറുക്കി എടുത്തിട്ടുള്ളതായ, അങ്ങനെ സമുദ്ധരിച്ചതായിട്ടുള്ള ഈ ഭാഗവത പുരാണത്തെ സതു സംശ്രാവയാമാസ. സഹ എന്ന് പറഞ്ഞാൽ ആ, തു, ഇവിടെ ആ എന്നുദ്ദേശിച്ചിരിക്കുന്നത് ആ ശ്രീശുക മഹർഷി. നമ്മൾ മുമ്പ് പറഞ്ഞു ശ്രീശുക മഹർഷിയിലേക്ക് പകർന്നു കൊടുത്തു. ആ ശ്രീശുക മഹർഷി ആകട്ടെ സംശ്രാവയാമാസ. സംശ്രാവയാമാസ എന്നാണ് പറഞ്ഞത്. ശ്രാവയാമാസ എന്നല്ല പറഞ്ഞത്, കേൾപ്പിച്ചു എന്നല്ല പറഞ്ഞത്. സംശ്രാവയാമാസ, വേണ്ടതുപോലെ ശ്രവിപ്പിച്ചു, കേൾപ്പിച്ചു. ആരെ? മഹാരാജം പരീക്ഷിതം. മഹാരാജാവായിട്ടുള്ള ആ പരീക്ഷിത്തിനെ വേണ്ട വിധത്തിൽ അത് കേൾപ്പിച്ചു. അതായത് എന്താണോ അതിൻ്റെ സാരം, ആ സാരം ഒട്ടും ചോർന്നു പോകാതെ അത് പരിപൂർണമായിട്ടും ആ തത്വത്തെ പരീക്ഷിത്ത് മഹാരാജാവിന് പകർന്നു കൊടുക്കുവാൻ ശ്രീശുക മഹർഷിക്ക് കഴിഞ്ഞു. അപ്പോൾ തന്നിലേക്ക് പകർന്നു കിട്ടിയ ഈ അമൃതത്തെ, ഈ പുണ്യത്തെ ശ്രീശുക മഹർഷി കാലമെത്തിയപ്പോൾ, നോക്കൂ, എല്ലാത്തിനും അതിൻ്റേതായ ഒരു കാലം നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. അത് മുന്നേ രചിക്കപ്പെട്ടിട്ടുള്ളതാണ്. കാലസ്വരൂപനായ ഭഗവാനാൽ മുന്നേ നിർണയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇത് വേണമെങ്കിൽ വ്യാസഭഗവാന് തന്നെ നേരിട്ട് വന്ന് പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കാമായിരുന്നു. പക്ഷേ അതിന് നിയോഗിക്കപ്പെട്ടത് ശ്രീശുക മഹർഷിയാണ്. അതിന് കാരണം എന്താണെന്ന് ഒരു ശ്ലോകത്തിൽ, ഈ തൊട്ട് മുൻപുള്ള ഒരു ശ്ലോകത്തിൽ സൂചിപ്പിച്ചു. കാരണം ആത്മജ്ഞാനികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവനാണ് ശ്രീശുക മഹർഷി. ആ ശ്രീശുക മഹർഷിയിലൂടെ തന്നെ അത് കേൾക്കുവാൻ ഏറ്റവും കൊതിച്ചിരുന്ന പരീക്ഷിത്ത് മഹാരാജാവിനെ വേണ്ട വിധത്തിൽ തന്നെ അത് കേൾപ്പിച്ചു. നോക്കൂ, ഒരു അനുഭവജ്ഞാനിയുടെ വാക്കുകൾക്ക് മാധുര്യമേറും, അതിൻ്റെ ഫലം കൂടുതലായിരിക്കും ശ്രോതാക്കളിൽ ഉണ്ടാക്കുക. ഇവിടെയും പരീക്ഷിത്ത് മഹാരാജാവിന് എന്തായിരുന്നുവോ ആ സമയത്ത് വേണ്ടിയിരുന്നത്, അതിനെ വേണ്ട വിധത്തിൽ കൊടുക്കുവാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ളവനായ ശ്രീശുക മഹർഷിയെ തന്നെയാണ് ഭഗവാൻ അതിന് കണ്ടെത്തിയത്, അതിന് നിയോഗിച്ചത്. അതിന് വഴിവെച്ചതാകട്ടെ വ്യാസഭഗവാൻ താൻ രചിച്ച ഈ സർവവേദസാരമായിട്ടുള്ള ശ്രീമദ് ഭാഗവതം എന്ന പുരാണത്തെ ശ്രീശുക മഹർഷിക്ക് വേണ്ട വിധത്തിൽ ഗ്രഹിപ്പിക്കുവാൻ ഭഗവാൻ ഇടയാക്കി വെച്ചു. അപ്പോൾ ഇതുപോലെയാണ് ഓരോ പ്രാണിയുടെയും ജീവിതയാത്ര. അവരുടെയൊക്കെ ആ യാത്രയിൽ ഏതൊക്കെ സമയത്ത് എന്തൊക്കെ അവരിലേക്ക് വന്നു ചേരണമെന്നുള്ളത് മുന്നേ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആരിലൂടെയൊക്കെ വരണമെന്നുള്ളത്, ആരിലൂടെയൊക്കെ ഇല്ലാതെയാകണമെന്നുള്ളതും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. നോക്കൂ, പരീക്ഷിത്ത് മഹാരാജാവിന് തൻ്റെ ജീവിതത്തെ ഇല്ലാതെയാകേണ്ടത്, അല്ലെങ്കിൽ തൻ്റെ ജീവിതം നശിക്കണമെന്നുള്ളത്, അങ്ങനെ ഒരു ശാപം തന്നിലേക്ക് വന്നു ചേരണമെന്നുള്ളത് ഒരു ബ്രാഹ്മണ കുമാരനെ അതിനായി നിയോഗിച്ചതും ഭഗവാന്റെ നിശ്ചയമാണ്. അതേസമയം ആ ജീവിതം തന്നെ തന്നിൽ നിന്നും അകന്നു പോകണമെന്ന്, അല്ലെങ്കിൽ തന്നിൽ നിന്നും ഇല്ലാതെയാകണമെന്ന് ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുൻപ്, ആ ജീവൻ നഷ്ടപ്പെടുന്നതിന് മുൻപ്, പ്രാണൻ ദേഹം ഉപേക്ഷിക്കും മുൻപ് ശ്രീശുക മഹർഷിയിലൂടെ അത് പരീക്ഷത്തിന് വേണ്ടത് എത്തിച്ചേരണമെന്നുള്ളതും ഭഗവാന്റെ നിശ്ചയമായിരുന്നു. അപ്പോൾ ഒന്ന് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ
മറ്റൊന്നിൻ്റെ നേട്ടത്തിലേക്കുള്ള വഴിയാണത് എന്നുകൂടി നമുക്കിവിടെ കാണിച്ചു തരികയാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സർവവേദേതിഹാസാനാം സാരം സാരം സമുദ്ധൃതം സതു സംശ്രാവയാമാസ മഹാരാജം പരീക്ഷിതം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സർവവേദേതിഹാസാനാം, സർവവേദ ഇതിഹാസാനാമാണ് പദം പിരിക്കേണ്ട, വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 43-ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.